ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സീസൺ അവസാനിക്കുന്ന സമയത്ത് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം, പല മിറാക്കിൾസും നടന്നേക്കാം. നിലവിലെ എല്ലാ ടീമിൻ്റെയും ഫോം കമ്പയർ ചെയ്തിട്ടുള്ളൊരു ടോപ്പ് 5 ലിസ്റ്റാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. 5ാം സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തത് അറ്റ്ലാന്റയാണ്. അറ്റ്ലാന്റയെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റാലിയൻ ലീഗിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും എത്ര വലിയ ബിഗ് മാച്ചസിലായാലും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പ്ലേ ചെയ്യാൻ വേണ്ടി അവർക്ക് വളരെ ഈസിയായി സാധിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ വേണ്ടി. കാരണം അവസാനം കളിച്ച റിയൽ മാഡ്രിഡ് ആയിട്ടുള്ള ആ ഒരു മത്സരത്തിലായാലും റിയൽ മാഡ്രിഡ് അവസാന നിമിഷം വരെ നല്ല രീതിയിൽ ഉയർക്കുന്നതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അതും റിയൽ മാഡ്രിഡിനെ പോലൊരു സ്ക്വാഡിൻ്റെ കൂടെയാണ് അവർ ഇത്രയും ഈസി ആയിട്ട് പ്ലേ ചെയ്യുന്നത്. സോ വരും മത്സരങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബിക്കോസ് സംടൈംസ് ചാമ്പ്യന്മാരാകാൻ വരെയുള്ള സാധ്യത എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 4ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ആർസണലിനെയാണ് 4ാം സ്ഥാനത്ത് സെലക്ട് ചെയ്യുന്നത്. ആർസണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുന്നത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പ്ലേ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. ചില മാച്ചസിൽ മാക്സിമം 100% കൊടുത്ത് പെർഫോമൻസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ വേറൊരു മാച്ച് വരുന്ന സമയത്ത് ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അവസാനം വരെ ഒരു ടോപ്പ് 3 ടോപ്പ് 4 എന്ന ഒരു പൊസിഷൻ വരെ ഈസി ആയിട്ട് അവർക്ക് വരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ഒരു ടൈറ്റിൽ റേസ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ സഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. വരും മത്സരങ്ങളിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ടോപ്പ് 5 ലിസ്റ്റിൽ എന്തായാലും കൺഫേം ആയിട്ടുള്ള ഒരു ടീം തന്നെ ആയിരിക്കും. 3ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ റിയൽ മാഡ്രിഡാണ്. എന്തുകൊണ്ടാണ് റിയൽ മാഡ്രിഡിനെ 3ാം സ്ഥാനത്ത് സെലക്ട് ചെയ്തത്? ഐ ആം റിയൽ മാഡ്രിഡ് ഫാൻ. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ സീസണോ അതിൻ്റെ സീസണോ മുന്നത്തെ സീസണോ ആണെങ്കിൽ 1ാം സ്ഥാനത്ത് ഞാൻ റിയൽ മാഡ്രിഡിനെ പറയായിരുന്നു. പക്ഷെ ആ ഒരു സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫോമിലേക്ക് ഇതുവരെ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും ഈ ഒരു ടോപ്പ് 5ലേക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഇത് റിയൽ മാഡ്രിഡ് ആണ്. കാരണം അവസാന നിമിഷം വരെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നുള്ള ഒരു സംഭവം എന്തായാലും റിയൽ മാഡ്രിഡിന് ഉള്ളതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും അങ്ങനെ ഈസിയായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടീമല്ല റിയൽ മാഡ്രിഡ്. അപ്പോൾ അതുകൊണ്ടാണ് 3ാം സ്ഥാനത്തേക്ക് റിയൽ മാഡ്രിഡിനെ സെലക്ട് ചെയ്തത്. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ബാഴ്സലോണയാണ് 2ാം സ്ഥാനത്ത് സെലക്ട് ചെയ്തത്. ബാഴ്സലോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് ബയണായിട്ടുള്ള മാച്ചായാലും അതിനുശേഷം ഡോർട്ട്മുണ്ടിൻ്റെ മാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫെയിൽ ആവും എന്ന് തന്നെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പം ഇതിൻ്റെ മുമ്പുള്ള സീസൺ കണ്ട പോലെ ആയിരുന്നില്ല ബാഴ്സലോണയുടെ ഈ സീസണിലെ പ്രകടനം. പക്ഷെ ലീഗിലേക്ക് വരുമ്പം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് നോക്കുമ്പോൾ വളരെയധികം ഹോപ്പുള്ള ഒരു സീസണാണ്. 2ാം സ്ഥാനത്ത് ബാഴ്സലോണ ആയിരിക്കും. 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ലിവർപൂളിനെയാണ് 1ാം സ്ഥാനത്ത് സെലക്ട് ചെയ്യുന്നത്. ലിവർപൂളിനെ കുറിച്ചിട്ട് ഈ സീസൺ പ്രത്യേകിച്ച് അധികം നാം പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ലീഗിലായാലും അതുപോലെ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. കാരണം ഒരു വീക്ക്നെസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു സീസൺ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു വീക്ക്നെസ് ആയിട്ടൊരു പ്ലെയറിനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു മത്സരം വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ തോന്നില്ല. കാരണം 11 പ്ലെയേഴ്സും അത്രയും ഒരു പൊട്ടൻഷ്യലോട് കൂടിയാണ് പ്ലേ ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനത്ത് ഈ സീസൺ ലിവർപൂളിനെയാണ് ഗൈസ് സെലക്ട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.